നാളുകളായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുവാൻ സർക്കാർ ഇടപെടണമെന്ന് AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TR ശശിധരൻ. ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ കാഞ്ചിയാർ മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികൾ അംശാദായ തുക അടച്ച പെൻഷനു വേണ്ടി കാലങ്ങൾ കാത്തിരിക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ്. ക്ഷേമനിധി പെൻഷന് പുറമെ ക്ഷേമ പെൻഷൻ കൂടി ലഭിക്കുവാൻ അർഹതയുണ്ടായിട്ടും ക്ഷേമ പെൻഷൻ 600 രൂപയും പിന്നീടത് 300 രൂപയുമാക്കി കുറവ് ചെയ്തത് പ്രതിഷേധാർഹമാണ്. ഈ സ്ഥിതി തുടർന്നാൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി തൊഴിലാളികൾ രംഗത്തിറങ്ങുമെന്ന് AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TR ശശിധരൻ പറഞ്ഞു. മാനദണ്ഡം എന്താണെന്ന് എനിക്കറിയത്തില്ല. 1200 പകുതിയാണ് മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ ഇത് നിർത്തിയതാണ്. നമ്മൾ തിരുവനന്തപുരത്ത് പോയി 3 സമരങ്ങൾ നടത്തി. ആ സമരത്തിന്റെ ഫലമായി ഗവൺമെന്റുമായിട്ട് ഒരു ധാരണയുണ്ടാക്കിയിട്ടാണ് 2 പെൻഷൻ തരാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഇപ്പൊ ഗവൺമെന്റിന് പണമില്ല. ഇപ്പൊ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, കേന്ദ്ര സഹായമില്ല. അതുകൊണ്ട് പണം വരുന്ന മുറയ്ക്ക് കൂട്ടിത്തരാം. പകുതി 1200 പകുതിയാക്കിയത് 600 രൂപ. അതാണ് 600 രൂപ കിട്ടുന്നത്. അതൊരു വർഷം എത്ര കിട്ടും? 7000 രൂപ. നമ്മുടെ എത്ര കിട്ടും? 20,000. 7000 കിട്ടുന്ന അതുകൂടെ വാങ്ങിക്കാമല്ലോ. എന്നാൽ 300 ആക്കി കൊടുക്കുന്നതുകൊണ്ട് അതിന്റെ മാനദണ്ഡം എന്താണ് എനിക്ക് പിടിയിട്ടില്ല. 300 രൂപയും വാങ്ങിക്കുന്നുണ്ട്. അത് ഈ അടുത്ത നാൾ കൊണ്ടാണ് ആളുകൾ വന്നേച്ച് പറയുന്നത് ഇങ്ങനെ 300 കിട്ടുന്നുള്ളത്. അതിന്റെ കേസ് എന്താണെന്ന് അറിയത്തില്ല. ഗവൺമെന്റിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ അല്ല പണം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണോ നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ പൈസ കുറയത്തില്ല. ഒരു നയാ പൈസ പോലും കുറയത്തില്ല. തൊപ്പിപ്പാള വ്യാപാര ഭവനിൽ വെച്ചാണ് മേഖലാ സമ്മേളനം നടന്നത്. യൂണിയൻ മേഖലാ പ്രസിഡന്റ് ബിൽഫി മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി രഘു കുന്നുംപുറം, മേഖലാ സെക്രട്ടറി വർഗീസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു.